ഈശ്വര, ഇവനെ നീയായിട്ട് അയച്ചതാ. ഇത് ഞാൻ തകർക്കും. സ്വാഗതം. സിദ്ദിഖ് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് ഗൈസ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പുള്ളിക്കെതിരെ പലരും ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദിഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്തായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാതെ. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? ഇന്നത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട്. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരണേ. ഫേസ്ബുക്കിലിടാൻ ഇക്കാന്റെ ഈ സ്നേഹം നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ചതിക്കരുത്, ചതിക്കും. ഇങ്ങോട്ട് നോക്കി, ഹായ് മോളെ, ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണിത്. പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നമ്മൾ ആദ്യം വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്. ഇപ്പൊ നന്നായി കാണുന്നത്. എവിടുന്ന് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പിടിച്ചേക്കുന്നത്. എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരണേ. എന്നിട്ട് റീൽസ് അയച്ചു കൊടുക്കുമ്പോ അതിനകത്തൂടെ പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. എന്റെ അടിയിൽ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് ആ ലോഡ്ജാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അടിയിലൊക്കെ പുള്ളിക്കാരത്തെ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതോടെ ഒന്ന് കേട്ടു നോക്കാം. ദാറ്റ് ഫേമസ് ആക്ടർ വൺ ആസ്ക് മീ, നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എനിക്ക് അപ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് വൈബ് അടിച്ചു. ഐ സെഡ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി. പുള്ളിക്കാരത്തേക്ക് തന്നെ ഇയാളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് എന്തോ നൈസായിട്ടൊരു റോങ് അടിച്ച്. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. എല്ലാ കോഴികൾക്കും തുടക്കം, ഒരു ചാറ്റ് തുടങ്ങുമ്പോൾ ഒരു സിഗ്നേച്ചർ കാണും. അണ്ണന്റെ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഹായ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അണ്ണൻ തുടങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ മോളെ വിളിയെ പറ്റി നമ്മുടെ ഏരിയ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണം അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഈ മോളെ വിളി കൊണ്ട് പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കണ്ട, പുള്ളി എല്ലാരെയും ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി, അണ്ടകടാക.